കോവിഡ്-19 മഹാമാരിക്കെതിരായി ലോകമാകെ ജനങ്ങൾ ഒന്നിച്ച് അണിനിരന്നിട്ടുള്ള ഒരു സന്ദർഭമാണിത്. മരുതോങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു സംരംഭത്തിന് സംസ്ഥാന ഗവൺമെന്റിനു വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ പരിപാടി ജനങ്ങൾ ഏറ്റെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. കോവിഡിനെ നേരിടാൻ അതിജാഗ്രതയോ രാജ്യം നീങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. मैं आज एक बार फिर कोरोना वैश्विक महामारी पर बात करने के लिए आपके बीच आया हूं. 22 मार्च को जनता कर्फ्यू का जो संकल्प हमने लिया था, एक राष्ट्र के नाते उसकी सिद्धि के लिए हर भारतवासी ने पूरी संवेदनशीलता के साथ രാജ്യത്ത് 21 ദിവസത്തെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. എല്ലാ അർത്ഥത്തിലും 21 ദിവസത്തെ കർഫ്യൂ തന്നെ. ജനങ്ങൾ വീടിന് പുറത്ത് ഇറങ്ങരുതെന്നാണ് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നത്. ഒരു കാരണവശാലും വീടിന് പുറത്ത് പോകാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുക. ഹലോ, ചന്ദ്രനല്ലേ? ചന്ദ്ര, നാളെ പഞ്ചായത്തിൽ ഒരു അടിയന്തര യോഗമുണ്ട്. അതുകൊണ്ട് നാളത്തെ യോഗം എല്ലാവരെയും ഒന്ന് അറിയിക്കണേ. തീർച്ചയായും എല്ലാവരോടും പറയാം. ഹലോ ചന്ദ്രേട്ടാ, പറ. നാളെ പഞ്ചായത്തിൽ ഒരു അടിയന്തര യോഗമുണ്ട്, നീ എന്തായാലും വരണേ. ആയിക്കോട്ടെ. ഓക്കെ. ലോകം അങ്ങോളം കോവിഡ്-19 പടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പഞ്ചായത്ത് ഏർപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പ്രിയപ്പെട്ട സന്നദ്ധ പ്രവർത്തകരെ, കോവിഡ്-19 എന്ന മഹാമാരി നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും വരാൻ വേണ്ടി പോകുന്ന അവസ്ഥയിലാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ അടിയന്തരമായി ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കൂടെ ക്ഷണിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ, ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്കും നമ്മുടെ സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്കും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷണം എത്തിക്കുക എന്ന ചുമതലയാണ് നാം ചെയ്യേണ്ടത്. ഇതുപോലൊരു മഹാമാരിയെ നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കാകെ ഭയമാവുന്നു. ഇപ്പോൾ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. നിപ്പയും പ്രളയവുമൊക്കെ അതിജീവിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇതതുപോലെയല്ല, ഒരുപാട് സൂക്ഷിക്കണം. വാർഡ് തലത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് ഇന്നത്തെ യോഗ നടപടി അവസാനിപ്പിക്കാം. ചന്ദ്രേട്ടാ, നമുക്കിവിടെ കയറണ്ട. അവർക്ക് നമ്മുടെ സഹായമൊന്നും ആവശ്യമുണ്ടാവില്ല. അത് തന്നെയാ എന്റെ അഭിപ്രായം. സഹായം ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ചന്ദ്ര, അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ നമ്മുടെ പഴയ അനുഭവം? എന്താ? മനുവിന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. മുതലാളി കഴിവിന്റെ പരമാവധി സഹായിക്കണം. വാസുവേ, എന്തോ
ആ വാടിയ തൈകൾക്കൊന്നും വെള്ളവും വളവും ഒഴിക്കണ്ട. ശരി. അവന്റെ 2 കിഡ്നിയും വീക്കാണ്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വാസുവേ, ആ ചീഞ്ഞ കൊമ്പുകളൊന്നും വെക്കണ്ടടാ, ഒക്കെ അങ്ങ് മുറിച്ച് മാറ്റിയേരേ. അവനൊരു പാവപ്പെട്ട കുടുംബത്തിലെയാ. പണ്ട് മുതലാളിയുടെ തെങ്ങിന്ന് വീണ് മരിച്ച കുമാരേട്ടന്റെ മോനാ. അപ്പന്റെ വീതമൊക്കെ ഞാൻ അന്നേ കൊടുത്ത് അവസാനിപ്പിച്ചതാ. പിന്നെ അതിന്റെ പേരിൽ എനിക്കെതിരെ ഉണ്ടായിരുന്ന കോലാഹലങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. മുതലാളി മരുന്നിനും ചികിത്സയ്ക്കൊക്കെ ആയിട്ട് 25 ലക്ഷം രൂപയോളം ചെലവാകും. അത് താങ്ങാനുള്ള കരുത്ത് ആ കുടുംബത്തിനില്ല. അതുകൊണ്ട് മുതലാളി പരമാവധി സഹായിക്കണം. ജോളിയേ, എന്തോ എന്റെ കയ്യിൽ ഇപ്പൊ പണമൊന്നുമില്ല. ബിസിനസ്സൊക്കെ ഇപ്പൊ ആകെ വീക്കാ. എന്നാ ഡേ, ഇവർക്കൊരു 10-20 രൂപ എടുത്ത് കൊടുത്തേരെ. ചാനിങ് വന്നേ. എന്റെ ഇച്ഛായ ഒരു രോഗി കേസല്ലേ അത്? ഒന്നുമില്ലല്ലോ, ഇവിടുത്തെ പണിക്കാരനല്ലായിരുന്നു അവന്റെ അച്ഛൻ. ഒരു 5000 രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാമായിരുന്നില്ലേ? മോളെ ജോളിയെ, ഞാൻ അമേരിക്കയിൽ പോയി സമ്പാദിച്ചതൊക്കെ ഇതുപോലുള്ള കണ്ട അണ്ടനും അഴകോടനും ദാനം ചെയ്യാൻ വേണ്ടിയല്ല. അയ്യ പറ മനുഷ്യ. പോയോ? വാസു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാതെ അവരെയും കടത്തിവിടരുതെന്ന്? പോയി കയറ്റി നടക്കണ. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഈ അവസ്ഥയിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ നോക്കേണ്ട കാര്യം നമുക്കില്ല. വാ, നമുക്ക് കയറാം. നമുക്ക് അങ്ങോട്ട് പോണോ പോണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. എടോ ശ്യാമേ, നമ്മൾ സന്നദ്ധ പ്രവർത്തകരാ. കഴിഞ്ഞതൊക്കെ പോട്ടെ. അയാൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ നിരീക്ഷണത്തിലാ. ചിലപ്പോ നമ്മുടെ എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാലോ? അച്ചായ, അച്ചായൻ വേഗം വരുമോ? അച്ചായൻ വന്നിട്ട് വേണം നമുക്ക് മോനെ ഒന്ന് വിളിക്കാൻ. അമേരിക്കയിൽ എത്ര ബന്ധുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവന് നമ്മളെ പോലെ ആവൂ അവര്. ആരാ? മനസ്സിലായില്ലല്ലോ. ഇത് ഞങ്ങളാ. ഓ, വല്ല പിരിവും? അല്ല, നമ്മുടെ നാട് ലോക്ക്ഡൌണിലല്ലേ. ഞങ്ങൾ ഈ നാട്ടിൻപുറത്തുള്ള വീടുകൾ സന്ദർശിക്കാൻ ഇറങ്ങിയതാ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം വേണോന്നറിയാൻ വന്നതാ. എനിക്കിപ്പോ നിങ്ങളുടെ യാതൊരു സഹായവും ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കല്പം ധൃതിയുണ്ട്. ആ, ഇതേതെങ്കിലും ഗതിയില്ലാത്തവനെ കൊണ്ടു കൊടുത്തേക്കും. അല്ല മാഷേ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അല്ല, മാഷക്ക് പണിയുണ്ട്. നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുള എനിക്ക് മനസ്സിലായി. ആർക്കറിയാ? അല്ല വർണ്ണാണ്ടസേ, നിങ്ങൾ 14 ദിവസം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയേണ്ട ആളല്ലേ? എന്നിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക? ഓ, 14 ദിവസം ഒന്നും വീട്ടിൽ ഒളിവ് കഴിയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വാ മാഷെ, നമുക്ക് പോകാം. ചേച്ചി, ഇത് സന്നദ്ധ പ്രവർത്തകരുടെ നമ്പറാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ശരി. ചന്ദ്രേട്ടാ, നിങ്ങളെ അമ്മക്കൊന്ന് കാണണമെന്ന് പറഞ്ഞേക്ക്. ഇതെനക്ക് പെൻഷൻ കിട്ടിയ പൈസയാ. ഇത് നമ്മളെ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം. അമ്മയുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റൂലമ്മേ. ഇത് ബന്ധപ്പെട്ട ആളുകൾ വന്ന് മേടിച്ചോളും. അപ്പൊ കൊടുത്താ മതി. നമസ്കാരം. ഇത് നമ്മളെ വില്ലേജ് ഓഫീസറാട്ടോ. മോനെ, ഞാൻ പൈസ എങ്ങെടുത്താ? ഇത് നമ്മളെ മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം. കാർത്തിയാനമ്മേ, വളരെ സന്തോഷമുണ്ട്.
നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തൊഴിലുറപ്പ് കൊണ്ട് കിട്ടുന്ന പൈസയും മുട്ട വിറ്റ് കിട്ടുന്ന പൈസയും ഇതൊക്കെ സ്വരൂപിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. ലോകമെങ്ങും മഹാമാരിയിലാണ്ടൊരു കാലത്തു കേരളം മാതൃക തീർക്കുന്നു. ജാഗ്രതയാണതിന്നാരായ പേര്, ഒരുമയാണെന്നും നമുക്കതിൻ മാർഗം. ലോകമെങ്ങും മഹാമാരിയിലാണ്ടൊരു കാലത്തു കേരളം മാതൃക തീർക്കുന്നു. കൈകഴുകി വ്യക്തി ശുദ്ധി വരുത്തി കഠിനമാം രോഗത്തെ നാം അകറ്റുന്നു. പ്രതിരോധ മാർഗത്തിൽ അണുവിട മാറാതെ പ്രത്യാശ പകരുന്നു നമ്മൾ നമുക്കായി. മൃതിഭയം പൂണ്ടിങ്ങു നിൽക്കാതെ ധീരം പടപൊരുതുന്നവരെത്രേ മണ്ണിൽ, അവരെ നാം ആദരവോടഭിവാദ്യം ചെയ്യുക നാടിന്റെ കാവൽ ഭടന്മാർ. ലോകമെങ്ങും മഹാമാരിയിലാണ്ടൊരു കാലത്തു കേരളം മാതൃക തീർക്കുന്നു. അഗതികൾ കതിരികൾ കന്നം കൊടുത്തു നാം തീർക്കുന്ന മാതൃക എത്ര മഹത്തരം. അവരുടെ ഉള്ളിലെ തീയണച്ചിടുവാൻ കഴിയുന്ന മാതൃക ലോകത്തിലന്യം. എന്തുണ്ടാ വിശേഷം? മുതുപാതിരയ്ക്ക് ഫോൺ വിളിക്കാൻ കണ്ട നേരം. അതെ 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 അതെ. വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ കൊറോണയുടെ കാലമായതുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മോനൂട്ടന് ഞങ്ങൾ വരാത്തതിന്റെ പരിഭവം ഉണ്ടായിരിക്കും അല്ലേ? അച്ചായ, എന്നെ പറ്റി അച്ചായ, 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 എന്നെ പറ്റി അച്ചായ, അച്ചായ. ഹലോ, വാസു അല്ലേ? നീ ഒന്ന് ഇവിടം വരെ വേഗം വരണം. അച്ചായന് തീരെ സുഖമില്ല. എനിക്കിപ്പം വരാൻ പറ്റില്ല അച്ഛമ്മേ. അടുത്തുള്ള വേറെ ആരെങ്കിലും വിളിക്ക്. അതെങ്ങനെയാ? അയലോക്കംകാരി എല്ലാം വെറുപ്പിച്ചു വെച്ചേക്കല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കാൻ മറക്കണ്ട. ചന്ദ്ര, ഒന്നിവിടം വരെയും വേഗം വരണം.
ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ ഇതെപ്പോഴാ വന്ന്? ഞാനിപ്പോഴെത്തിയതേ ഉള്ളൂ. രാവിലെയാ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ മുളയും കൂട്ടി ഞാനിങ്ങ് പോന്നു. ചേച്ചി, ഇത് കുറച്ച് പൊടിയുടെ കഞ്ഞിയാ. കടകളൊന്നും തുറക്കാത്തോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വെച്ചു കൊണ്ടുവന്നതാ. ശരി. എങ്ങനെയുണ്ട് ഫെർണാണ്ടസ്? ഡോക്ടർ, എനിക്കെന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് പ്രഷർ കൂടിയതാ. അതിനു പറ്റിയ കാരണങ്ങൾ എന്തെങ്കിലും? അത് പ്രത്യേകിച്ചൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ചേച്ചി ചീട്ടുതാ, മരുന്ന് ഞാൻ മേടിച്ചു തരാം. വേണ്ട, ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. വാ മോളെ. ആ എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ, കുറച്ച് വീടുകൾ കയറാനുണ്ട്. ആ പോവാ. ചന്ദ്ര, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട്. പണമാണ് വലുതെന്ന് ഞാൻ ഒരുപാട് അഹങ്കരിച്ചു പോയി. കേവലം ഒരു വൈറസ് മതി എല്ലാം തല്ലി തകർക്കാനെന്ന് ഞാൻ പഠിച്ചു ചന്ദ്ര, ഞാൻ പഠിച്ചു. നിങ്ങൾ എന്നോട് ക്ഷമിക്ക് ചന്ദ്ര, ക്ഷമിക്ക്. സാരമില്ല സാറേ, ഒക്കെ ശരിയാവും. ഫെർണാണ്ടസേ, നിനക്കെന്താ പറ്റിയത്? നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ. മക്കളുണ്ടാകാതിരുന്ന ഞങ്ങൾക്ക് നേർച്ചയും കാഴ്ചയും വെച്ച ഒരാൺകുഞ്ഞ് പിറന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഫെർണാണ്ടസേ? അവനു വേണ്ടിയ ഭിക്ഷക്കാർക്ക് പോലും ഒന്നും കൊടുക്കാതെ ഞാൻ ഈ ലോകം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചത്. അതിനെന്താ? എന്റെ പൊന്നുമോൻ കോവിഡ് ബാധിച്ച് ഇപ്പൊ അമേരിക്കയിൽ ഐസിയുല. ഞാനിതെങ്ങനെ ജോളിയോട് പറയും? സാരമില്ല ഫെർണാണ്ടസേ, സാരമില്ല. അവന്റെ അസുഖം ഉടനെ ഭേദമാകും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പരിശോധനാ ഫലം ഒരാളാണ് പോസിറ്റീവ്, 10 പേർക്ക് നെഗറ്റീവാണ്. പോസിറ്റീവായത് എറണാകുളത്താണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്നതാണ്. വൃക്ക രോഗി കൂടിയാണ്. ആകെ 16 പേർ മാത്രമേ ഇപ്പോ വൈറസ് ബാധിച്ച് ചികിത്സയിലുള്ളൂ. 2 മാസങ്ങൾക്കിപ്പുറം ആ രോഗത്തിന്റെ ഗ്രാഫ് സമനിലയിലാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. 100 ദിവസം പിന്നിടുന്നതും രോഗസൗഖ്യത്തിന്റെ നിരക്ക് ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതായിരിക്കുന്നതുമായ ഈ ഘട്ടത്തിൽ എന്റെ ആശാനെ, ഈ പത്രം ഇങ്ങനെ വായിക്കാണ്ട് ഇടക്കൊന്ന് TV എല്ലാം കണ്ടൂടെ? TV ദൃശ്യവും ശ്രവ്യവുമാണെങ്കിൽ പത്രം മനസ്സറിഞ്ഞുള്ള വായനയാണ്. ആശാനെ, കാലിനെങ്ങനെയുണ്ട്? കുറവുണ്ട്. ആട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ പത്രം വായിച്ചോ? ഈ ഓട്ടത്തിനിടയിൽ എവിടുന്ന് സമയം കിട്ടാൻ ആശാനെ? എന്തേ, പ്രത്യേകിച്ച് എന്തെങ്കിലും? അമേരിക്കയിൽ 4 മലയാളികൾ കോവിഡ് ബാധിച്ചു മരിച്ചു. അതിലൊന്ന് നമ്മുടെ മാളിയേക്കൽ ഫെർണാണ്ടസിന്റെ മകൻ ഡേവിഡ് ഫെർണാണ്ടസ് ആണ്. നിങ്ങൾ വേഗം ചെന്ന് അവരെ സമാധാനിപ്പിക്കുക. നിങ്ങളിത് വേഗം അമ്മനത്തെ കൊടുത്തിട്ടാ? അത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ വേഗം പോ. അറിഞ്ഞു. കാലം എത്ര കടന്നാലും
നന്മയുള്ള മനസ്സുകൾ സഹായഹസ്തവുമായി ഓടിക്കൊണ്ടേയിരിക്കും. ഈ കൂട്ടായ്മ കൊണ്ട് കേരളം ഈ മഹാമാരിയെ അതിജീവിക്കും.